കെഎസ്ആർടിസി ബസ്സിൽ യുവതിക്ക് നേരെ ദർശനം. കൊല്ലത്ത് നിന്ന് കൊട്ടിയത്തേക്കുള്ള യാത്രയിൽ ദുരനുഭവം നേരിട്ട സ്ത്രീ ദൃശ്യങ്ങൾ പകർത്തി. പ്രതിയെ കണ്ടെത്താൻ കൊല്ലം സിറ്റി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കും. നമസ്കാരം, എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു വീഡിയോനെ പറ്റി ഞാൻ റിയാക്ട് ചെയ്തിട്ട് അതിൻ്റെ ചൂടങ്ങ് തീർന്നില്ല. സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല അതിൻ്റെ ഷോർട്സിന് നല്ല റീച്ച് പോയൊരു ടോപ്പിക്കാണ്. അതങ്ങ് ചെയ്ത് വായടയ്ക്കുന്നതിന് മുമ്പ് അടുത്തൊരു നാറി ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നു. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി ഇതിനെപ്പറ്റി സംസാരിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇപ്പം സംഭവം നടന്നിരിക്കുന്നത് കൊല്ലത്താണ്. ബസ്സിൻ്റെ ഉള്ളിൽ വെച്ച് പെണ്ണിൻ്റെ നേരെ ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് പാർട്ട് പബ്ലിക്കായി കാണിച്ചിരിക്കുകയാണ്. ഇതാണ് വിഷയം. ചേട്ടൻ അപ്പം തന്നെ എസ്കേപ്പ് ആയി എന്ന് തോന്നുന്നു. കുട്ടി അപ്പത്തെ ഒരു സിറ്റുവേഷനിൽ വന്ന പാനിക്ക് കാരണം റിയാക്ട് ചെയ്തില്ല. പക്ഷെ പെൺകുട്ടി വീഡിയോ എടുത്തു വെച്ചു. അതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ മുഖം വളരെ വ്യക്തമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അധികം ഡിസ്കസ് ചെയ്യാണ്ട് വേഗം ന്യൂസിലോട്ട് പോകും. ഞാൻ ഈ ന്യൂസ് റിയാക്ട് ചെയ്യാനുള്ളതിൻ്റെ റീസൺ എന്താ അറിയോ? ഈ പർട്ടിക്കുലർ വ്യക്തിയുടെ മുഖം പബ്ലിക്കിൽ 4 ആൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ലുക്കൗട്ട് നോട്ടീസ് ഇടും, എനിക്കറിയാം, എന്നാലും അറിയട്ടെ. ഇന്നലെ രാത്രി കൊട്ടിയത്ത് നിന്നും കൊല്ലത്തേക്ക് യാത്ര ചെയ്യവെയാണ് സ്ത്രീക്ക് ദുരനുഭവമുണ്ടായത്. മേവറം കഴിഞ്ഞപ്പോഴായിരുന്നു പ്രദർശനം. ദൃശ്യങ്ങൾ യുവതി പിന്നീട് പകർത്തുകയായിരുന്നു. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഏകദേശം എല്ലാം ബ്ലർ ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇയാൾ കാണിക്കുന്നത് എന്നുള്ളത്. സത്യസന്ധമായി പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ ഏത് പെൺകുട്ടികളാണെങ്കിലും ഭയങ്കര പാനിക്കായി പോകും. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര പാനിക്കായി പോകും. ഇപ്പോൾ ചെറിയ രീതിയിലുള്ളൊരു തട്ടലോ ഇടിയോ കുത്തോ ചവിട്ടോ ഒക്കെ ആണെങ്കിൽ നമുക്ക് കയറി റിയാക്ട് ചെയ്യാം. ഇങ്ങനെ ഒരാൾ കാണിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, എന്താ ചെയ്യുക? ആ ഒരു പോയിന്റ് ഓഫ് സെക്കൻഡിൽ ഡൗൺ ആയി പോകും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഡൗൺ ആവരുത്. ആ ബസ്സിലുള്ള ഏതെങ്കിലും ഒരാളുടെ അടുത്ത് പോയി സംസാരിക്കുക. ഇല്ലെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ അറിയോ? കാലിലിട്ട ചെരുപ്പില്ലേ, അത് അഴിച്ചിട്ട് നേരെ തലയ്ക്ക് നോക്കി ഒറ്റ എറിയുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ലൈവ് അങ്ങ് വരിക, എന്നിട്ട് ഇതങ്ങ് കാണിക്കുക. ഒന്നും വരാനില്ല. അല്ലെ അവിടെ കച്ചറ ഉണ്ടാക്കിയിട്ട് ഈ വീഡിയോ എടുത്തുകൊണ്ട് ഈ ബസ്സുകാരോട് വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകാൻ പറയാം. ആ സെക്കൻഡ് ഇയാളെ പിടിച്ചിടുക. കാരണം ഇങ്ങനത്തെ കാറ്റഗറി ഓഫ് ആൾക്കാരുള്ള ഈ ലോകത്ത് ആർക്കാ സേഫ്റ്റി ഉള്ളത്? ബസ്സിലിരിക്കുന്ന ഒരു പെൺകുട്ടീനെ നോക്കി ഇത്ര മോശമായിട്ട് പെരുമാറാനുള്ള ഒരു ധൈര്യം അയാൾക്ക് വന്നെങ്കിൽ അയാൾ എന്തൊക്കെ ചെയ്യില്ല നമുക്ക് പറയാൻ പറ്റുമോ? ശരിക്കും ഇയാളൊക്കെയാണ് സാമൂഹിക വിഭക്തി എന്ന് പറയുന്നത്. ഇങ്ങനത്തെ കാറ്റഗറി ഓഫ് ആൾക്കാരെ വേഗം കണ്ടുപിടിക്കുക, എന്നിട്ട് കുറച്ച് കാലം ഏതെങ്കിലും ജയിലിൽ കൊണ്ടുപോയിടുക. എന്നിട്ട് എന്നീ സ്വഭാവം മാറി എന്ന് തോന്നുന്നു അന്ന് മാത്രം ഇയാളെ പുറത്തിറക്കുക. അമ്മാതിരി ടീമാണിത്. കൊട്ടിയത്ത് നിന്ന് കൊല്ലത്തേക്ക് പോകുമായിരുന്നു. മേവറം കഴിഞ്ഞൊരു പള്ളുമുക്ക് അടുക്കാറായപ്പോ തൊട്ട് എനിക്കൊരു സംശയം തോന്നി, ഡൗട്ട് തോന്നിയിട്ട് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാന്ന് തീരുമാനിച്ചു. അങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്തതാ. ഇല്ല, ഞാൻ ആ ടൈമിന് ഇച്ചിരി പാനിക്കായി, അതുകൊണ്ട് അതൊന്നും ഷെയർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഇറങ്ങിയതിന് ശേഷം പുള്ളി കൊല്ലത്ത് തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. കൊല്ലം ഡിപ്പോയിൽ ഇറങ്ങിയ ദൃശ്യങ്ങളിൽ കാണുന്ന ആൾ മറ്റൊരു ബസ്സിൽ കയറി പോവുകയായിരുന്നു. ബസ് സർവീസ് വിവരങ്ങളടക്കം ശേഖരിച്ച് അന്വേഷണം തുടരുകയാണ്. പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് കൊല്ലം പോലീസ്. മനോരമ ന്യൂസ്, കൊല്ലം. ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുന്നുണ്ട്. അടുത്ത് തന്നെ ചേട്ടനെ പിടിക്കും. പിടിച്ചിട്ടുണ്ടെങ്കിൽ നന്നായി പണിഷ് ചെയ്യണം. കാരണം ഈ പുള്ളി എന്ന് പറയുന്നത് ഈ സമൂഹത്തിന് തന്നെ വിഭക്തമായിട്ടുള്ള ഒരാളാണ്. ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിനൊന്നും ഒരു അറുതിയില്ലാത്തത്, ഇതിനൊന്നും ഒരു അവസാനമില്ലാത്തത്? എത്ര കേസുകൾ വന്നു, എത്ര കേസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു കേസ് ഡിസ്കസ് ചെയ്തിട്ട് 2 ഡേ പോലും ആയിട്ടില്ല, അപ്പോഴേക്ക് അടുത്തൊരു കേസ് വന്നു. അപ്പോൾ എന്താ ഈ ലോകത്തിൻ്റെ അവസ്ഥ? എന്താ ഇതിൻ്റെ ഒരു പോക്ക്? പെണ്ണുങ്ങളെ നിങ്ങളൊരു ലൈംഗിക വസ്തുവായിട്ട് മാത്രമാണോ കാണുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓപ്പോസിറ്റ് ഒരു പെണ്ണിരിക്കുന്ന സമയം അതിൽ നിന്നും ഈ രീതിയിൽ പെരുമാറാൻ ഒരു വ്യക്തിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഈ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? സത്യസന്ധമായി പറയും, എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ തരത്തിലുള്ള മനുഷ്യന്മാർ ഈ ലോകത്ത് കാണുന്നത്. എത്രയോ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. എത്രയോ എന്ന് വെച്ചാൽ എത്രയോ ആൾക്കാർ. ഇങ്ങനത്തെ തരത്തിലുള്ള വൈകൃതത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇങ്ങനത്തെ ആൾക്കാരെ സാമൂഹികമായി നാണം കെടുത്തുക എന്നതിലുപരി വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. ഈ വീഡിയോ പബ്ലിക്കായി, ഇതിപ്പോൾ നമുക്ക് കാണിക്കാൻ പറ്റാത്ത ന്യൂസാണ്, പബ്ലിക്കായിട്ട് ഈ മുഖവും ഈ വീഡിയോ ബ്ലർ ചെയ്തിട്ടുള്ള പീസ് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഇറക്കണം. വാട്സപ്പ് കൂടിയും ഇൻസ്റ്റഗ്രാമിൽ കൂടിയും ഫേസ്ബുക്ക് കൂടിയും ഇറക്കണം. എന്നിട്ട് അത് കുറേ ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്യണം. എല്ലാ മീഡിയ ചാനലിലും ലൈവായിട്ട് പോകണം. എന്നാലേ ഇവർ ഇങ്ങനത്തെ സ്വഭാവം നിർത്തൂ. എനിക്ക് സത്യം പറയുക, ഇന്ന് നമ്മൾ പറയല്ലോ ഒരു പെൺകുട്ടിക്ക് ഈ ലോകത്ത് സേഫ്റ്റി ഇല്ല എന്ന് പറയുന്നത് 100% ശരി തന്നെയാണ്. ആരെ വിശ്വസിച്ച് നമ്മൾ പുറത്തു പോകും? എങ്ങനെ നമുക്ക് പുറത്തു പോകാൻ പറ്റും? എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും? ഇങ്ങനത്തെ ആൾക്കാരുള്ള ഈ നാട്ടിൽ എന്താ ചെയ്യാൻ പറ്റുക?
പെപ്പർ സ്പ്രേ കൊണ്ട് നടക്കുക. എന്നിട്ട് ഇങ്ങനെ ചെയ്താൽ കണ്ണിലോട്ട് പെപ്പർ സ്പ്രേ അടിക്കുക, അല്ലെ കുറച്ച് മുളക് പൊടി വാരി കണ്ണിലോട്ട് എറിയുക. അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാണ്ട് ഈ സ്വഭാവം ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. കുഞ്ഞു വാർത്തയാണിത്. എത്ര പേര് കണ്ടു, എത്ര പേരുടെ ശ്രദ്ധയിലെത്തി എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഞാൻ കണ്ട പാട് ഞാനിത് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി. സംസാരിച്ചേ പറ്റൂ. കാരണം ഞാനും ഒരു പെൺകുട്ടിയാണ്, ഓപ്പോസിറ്റിലുള്ള ഒരു പെൺകുട്ടിയാണ്. അവൾ എന്ത് അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയിട്ടുള്ളത് എന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലാവും. അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇനിയെങ്കിലും ഈ വീഡിയോ കാണുന്ന പെൺകുട്ടികളോടും സഹോദരിമാരോടും ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത്, പെപ്പർ സ്പ്രേ കൊണ്ട് നടക്കുക, അല്ലെങ്കിൽ മുളക് പൊടി കവറിലാക്കി നടക്കുക. ഇങ്ങനത്തെ എന്തെങ്കിലും മോശം പ്രവൃത്തി കണ്ടിട്ടുണ്ടെങ്കിൽ കൊടുക്കുക, മീഡിയ കൂടെ നാറ്റിക്കുക. ഇതല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.